സക്സസ് ലാബിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ നിയമമുണ്ട്. മറ്റെല്ലാ നിയമങ്ങളെക്കാളും ഉയർന്ന ഒരു നിയമം, കർമ്മത്തിൻ്റെ നിയമം, ആകർഷണത്തിൻ്റെ നിയമം, എല്ലാം അതിൻ്റെ താഴെയാണ്. പക്ഷെ അതിനപ്പുറം ഒരു ശക്തിയുണ്ട്. അതാണ് ലോ ഓഫ് ഗ്രേസ്, കൃപയുടെ നിയമം. നിങ്ങൾ ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ ശരിയാകുന്നില്ല, എനിക്ക് അർഹതയുണ്ടായിട്ടും അവസരങ്ങൾ വരാത്തത് എന്തുകൊണ്ട്? ഇവിടെയാണ് കൃപയുടെ നിയമം പ്രവർത്തിക്കുന്നത്. ജീവിതം വെറും ശ്രമവും പോരാട്ടവും മാത്രമല്ല, ചിലപ്പോൾ ജീവിതം നമ്മളിലൂടെ ഒഴുകുകയാണ് ചെയ്യുന്നത്. നാം ശ്രമിക്കാതെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു. അസാധ്യമായ അവസരങ്ങൾ നമ്മളെ തേടി വരുന്നു. സമയവും സാഹചര്യവും പോലും നമുക്ക് അനുകൂലമാകുന്നു. അതാണ് കൃപ. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് എന്താണ്? നല്ലതായി ചിന്തിക്കണം, കഠിനമായി പരിശ്രമിക്കണം, കർമ്മം ചെയ്താൽ ഫലം കിട്ടും. ഇവയെല്ലാം ശരിയാണ്. പക്ഷേ അതിനുമപ്പുറം ഒരു സത്യമുണ്ട്. കർമ്മത്തിൻ്റെ നിയമം പറയുന്നു, നിന്റെ പഴയ പ്രവൃത്തികളാണ് നിന്റെ ഇപ്പോഴത്തെ ജീവിതം. അതുകൊണ്ട് ചില കാര്യങ്ങൾ തടസ്സപ്പെടുന്നു, ചില അനുഭവങ്ങൾ ആവർത്തിക്കുന്നു, ചില വഴികൾ അടഞ്ഞതുപോലെ തോന്നുന്നു. പക്ഷേ കർമ്മത്തെക്കാളും ഉയർന്ന ഒരു ശക്തിയുണ്ട്. അതാണ് കൃപ. കർമ്മം സമയം, സ്ഥലം, കാരണഫലങ്ങൾ എന്നിവയ്ക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ കൃപ അതിനപ്പുറത്താണ്. അത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലാണ്. എന്താണ് വിശ്വാസം? ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ ഉറപ്പില്ല. ഞാൻ അത് അറിയുന്നു, ഞാൻ അത് അനുഭവിക്കുന്നു. കൃപ ലഭിക്കാൻ വേണ്ടത് വെറും വിശ്വാസമല്ല, അത് ആഴത്തിലുള്ള സമർപ്പണവും അനുഭവവുമാണ്. സമർപ്പണം വന്നാൽ ജീവിതം മാറും. നമ്മുടെ ജീവിതത്തിൽ രണ്ട് ശക്തികളുണ്ട്. ഇൻഡിവിജ്വൽ വിൽ, ഞാൻ എല്ലാം നിയന്ത്രിക്കണം. ഡിവൈൻ വിൽ, എല്ലാം വലിയ ബുദ്ധി നിയന്ത്രിക്കുന്നു. നാം ഇൻഡിവിജ്വൽ വില്ലിൽ പിടിക്കുമ്പോൾ ജീവിതം പോരാട്ടമാകും. പക്ഷെ നാം സറണ്ടർ ചെയ്യുമ്പോൾ ജീവിതം ഫ്ലോയായി മാറും. ദിവസവും ദൈവത്തോടുള്ള ബന്ധം വളർത്തുക, പ്രാർത്ഥിക്കുക, മനസ്സ് തുറക്കുക, എല്ലാം സമർപ്പിക്കുക. ഒരു പൂവ് നൽകാം, ഒരു വിളക്ക് തെളിയിക്കാം, അല്ലെങ്കിൽ മനസ്സിൽ സംസാരിക്കാം. എല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ തോൽക്കുന്നതല്ല, നിങ്ങൾ ഒഴുകാൻ തുടങ്ങുന്നു. ജീവിതം നിങ്ങൾക്കെതിരെയല്ല, ജീവിതം നിങ്ങളുടെ കൂടെയാണ്. കൃപയുടെ നിയമം മനസ്സിലാക്കിയാൽ അസാധ്യങ്ങൾ സാധ്യമാകും. സമയവും ഭാഗ്യവും മാറും. ജീവിതം തന്നെ ട്രാൻസ്ഫോർമേഷൻ ആകും.